ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് ടുഡേസ് എനർജിയാണ് നോക്കുന്നത്. ദ എംപറർ എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ കുറച്ച് നിലയും ഒക്കെ എന്ന് പറയാം. ആ രീതിയിലുള്ള കുറച്ച് പ്രൗഢമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അതോറിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പിന്നെ സാമ്പത്തികത്തിൻ്റെ ഫിനാൻസ് മേഖല, കരിയർ, എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പിന്നെ ജോലി, അത്രയും പിന്നെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെക്കുറിച്ചാണ് നമുക്കിതിൻ്റെ എനർജി കിട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇതിനകത്ത് എംപറർ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഈ രീതിയിലായിരിക്കും. ചെയ്യുന്ന തൊഴിൽ എന്തുമാകട്ടെ, ഒരു വ്യക്തി ഈ രീതിയിലുള്ള ആളായിരിക്കും എന്നാണ് നമുക്ക് ഈ കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഈഗോയിസ്റ്റ് പേഴ്സണാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളൊരു പ്രാപ്തിയുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള എനർജി ഉള്ള ആളുകളുടെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ലൈഫിൽ ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും നമുക്ക് സംഭവിക്കാം, അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളും നമുക്കുണ്ടാകും. കാരണം നമുക്കൊരു ഈഗോ വെച്ച് പുലർത്തുമ്പോൾ പല കാര്യങ്ങളിലും നമുക്കൊരു അഹങ്കാരി എന്ന നിലയിലുള്ള ഒരു പേര്, അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അത് നമ്മളുടെ ആ ഒരു പിന്നെ എനർജിയുടെ ആ ഒരു പവറാണ് അവിടെ കാണിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, മുൻപോട്ട് കൊണ്ടുപോകണം. അത് നമ്മളെ കുറച്ചും കൂടി ഒരു പിന്നെ വിനയം കാണിക്കുവാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ കുറച്ച് ആളുകളുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിൽ നമ്മൾ കുറച്ച് വിനയം പാലിക്കേണ്ടതുണ്ട്. അതിന് ഔദ്യോഗിക രംഗത്താണെങ്കിലും ശരി, അതല്ല ബിസിനസ് സാമ്രാജ്യത്തിലാണെങ്കിലും ശരി, ഫിനാൻസ് മേഖലയിലാണെങ്കിലും ശരി, ഇനി ഇമോഷൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതായത് ഫീലിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതേമാതിരിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ബാലൻസിലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെയുള്ള പങ്കാളിക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടി നല്ല ഒരു മനസ്സ് കുറച്ചും കൂടി ഒന്ന് ഈഗോയൊക്കെ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന എനർജി. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.